അതുപോലെ ഓരോ ഇതളായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ഊറ്റി വയ്ക്കാം. ഇതുപോലെ നല്ലതുപോലെ കഴുകിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പിൽ ഊറ്റി വെച്ചേക്കുകയാണ്. ഇനി ചപ്പാത്തിയിൽ മാവെടുക്കാം. ഞാനിത് ഓരോ ഇതളായിട്ടാണ് ഇടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. കാൽ ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. ഇനി മുരിങ്ങയില ഇടാം. കാൽ ഗ്ലാസ് വെള്ളമുണ്ട്. കൂടുതൽ ആയാൽ ചപ്പാത്തി കറക്റ്റ് റെഡി ആവത്തില്ല. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ ചപ്പാത്തി പരത്തിയെടുക്കുക. ചപ്പാത്തി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മളൊരു 1/4 ഗ്ലാസ് പശുമ്പാൽ ഈ കുഴയ്ക്കുന്നതിൽ കൂടെ ഒഴിച്ചാൽ നല്ലതാണ്, സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ ഈ ചപ്പാത്തി പരത്തുമ്പം ഗോതമ്പ് പൊടി അല്ലാതെ, ഇപ്പം ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഗോതമ്പ് പൊടി അല്ലാതെ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ഇട്ട് നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ആ പൊടി ഇടുമ്പം നമുക്ക് ചപ്പാത്തി നല്ല കട്ടി കുറച്ച് നമുക്ക് പരത്താൻ പറ്റും. അതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ. ചപ്പാത്തി കല്ലിൽ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. ഞാനിപ്പം നെയ്യ് കുഴച്ചേക്കുന്നുണ്ട്. ഇതിനകത്ത് ഇനി എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊക്കെ ചെയ്യുക. മുരിങ്ങയിലയിൽ നമുക്ക് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിൽ ഒന്നാണ് മുരിങ്ങയില. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത്. ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ചപ്പാത്തി പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. മുരിങ്ങയില ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്.